അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ക്രാബ് റോസ്റ്റാണ് ചെയ്യുന്നത്. നെണ്ട് റോസ്റ്റ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വെറൈറ്റി നെണ്ട് റോസ്റ്റും കൂടിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് അതിനായിട്ട് 2 കിലോ നെണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെണ്ട് കണ്ടിട്ട് മുഹമ്മദിന് പേടിയായിട്ടുണ്ട്. മുഹമ്മദ് നെണ്ടിനെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ബേബി നെണ്ട് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. അമ്മേനെ വലിയ നെണ്ട് വേണ്ട. പേടിയാവോ മുഹമ്മദ്? ഞാനിപ്പോൾ ഇതൊന്ന് പുഴുങ്ങാട്ടിട്ടുണ്ട്. നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് പുഴുങ്ങാട്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുറിക്കാം. ഒരു 15 മിനിറ്റ് ഇത് പുഴുങ്ങാം. ഇന്നിപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ മുറിക്കാൻ നോക്കാം. ആദ്യം ഇതിൻ്റെ മേലത്തെ ഈ തോട് ഇങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പെട്ടെന്നാണ് പുഴുങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുറിക്കാൻ. നമുക്ക് ഇതൊക്കെ ഒന്ന് കളയാം. പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കഴമ്പൊന്നും പോകില്ല. നമുക്ക് മുറിക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ പുഴുങ്ങാതെ മുറിക്കുമ്പോൾ പെട്ടെന്ന് ഫുള്ള് കഴമ്പ് പോകും. അപ്പോൾ പുഴുങ്ങിയിട്ട് മുറിക്കുകയാണെങ്കിൽ കഴമ്പ് പോകില്ല. പിന്നെ അതിൻ്റെ ചെറിയ കാലുകളുടെ തുമ്പൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അത് വേണമെങ്കിൽ മുറിച്ചാൽ മതി തുമ്പൊക്കെ. പിന്നെ അതേപോലെ ഈ ഒരു പോർഷൻ്റെ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുറിച്ച് കൊടുക്കാം, 2 ഭാഗത്തും. പിന്നെ നിങ്ങൾക്ക് കാല് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വേറെ വേറെ മുറിച്ച് മാറ്റണമെങ്കിൽ മുറിച്ച് മാറ്റാം. ഞാനിപ്പോൾ ഇത് വലിയ ഒരു ക്രാബ് ആയതുകൊണ്ട് ഫോട്ടോ എടുത്തിന് ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് ഇടുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുറിച്ച് അതിൻ്റെ കാലുകളൊക്കെ മുറിച്ച് ഇടുന്നുണ്ട്. പുഴുങ്ങിയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട് വരില്ല. നമ്മളെ കഴമ്പൊന്നും തീരെ പോവില്ല, നഷ്ടപ്പെടാതെ നമുക്ക് കഴമ്പൊക്കെ ആയി തന്നെ കിട്ടും വേവിച്ചിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാനും പറ്റും. എളുപ്പമാണ് ചെയ്യാനത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്രാബ് മുറിക്കാന്ന് വെച്ചാൽ വലിയ പണിയാണെന്ന് എല്ലാവരും പറയും. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് മുറിക്കാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണ്, എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇഞ്ചിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8-9 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരക്കാം. നമുക്കിപ്പോൾ ഒരു ക്രാബ് വേവിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ ഫ്ലെയിം ഓഫാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ടോ തീ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ലോയിലാക്കിയിട്ടൊന്ന് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് കരിഞ്ഞൊന്നും പോകില്ല. നമ്മൾ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ മസാലക്കൂട്ട് അരച്ച മസാലക്കൂട്ടല്ലേ, അതുകൊണ്ട് ഇതൊന്നും കരിഞ്ഞൊന്നും പോവാതെ അതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ നമുക്കൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി നെണ്ട് റോസ്റ്റും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് ഒരു 3 ഇല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇങ്ങനെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു 3 വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 വലിയ ഉള്ളി അരിഞ്ഞതാണ്. മസാലയൊക്കെ നല്ല ഒന്ന് ബ്രൗൺ കളറായിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും. ആവശ്യത്തിനുള്ള ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്, 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. വലിയുള്ളി ഇട്ടിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഞാൻ.
അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ചെറുതായിട്ട് ഒരു ഗോൾഡ് കളർ ആവാനായിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വാടാൻ കുറച്ചും കൂടി എണ്ണ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം വാടിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിടാം. നമുക്ക് മസാലയൊക്കെ ഇടുമ്പോൾ, പൊടികളൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണിൻ്റെ അടുത്ത് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളനുസരിച്ച് ഇടുക. നമ്മൾ നേരത്തെ മസാലയിലും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് അനുസരിച്ചിട്ട് എരിവിടുക. ഇത് കുറച്ച് എരിവുള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. ഇനി ഗരം മസാലേൻ്റെ പൊടിയാണ് ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ആ ചെറിയ തീയിൽ കിടന്നിട്ട് തന്നെ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണം പോണ വരെ നമുക്കൊന്ന് ഇളക്കി വേവിക്കാം. ഏകദേശം പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്. ഞാനൊരു 2 പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട്. നമുക്ക് പഴുത്ത തക്കാളി ഇതിലേക്ക് ഒന്ന് മുറിച്ചിടണം. നമുക്ക് തക്കാളി ഇടാനായിക്കണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേവിക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്. അത് കാരണം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പം നോക്കുക. എന്നാൽ പിന്നെ നമ്മൾ നെണ്ടിടുമ്പോൾ നെണ്ടിലേക്കൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പോൾ ഞാൻ നെണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. അതൊന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെണ്ട് ഈ മസാല കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു. നമ്മൾ ഇതുവരെയായിട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, നെണ്ട് റോസ്റ്റ് അല്ലേ. അപ്പോൾ നെണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നെണ്ട് പുഴുങ്ങി വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഇതിലിട്ടാൽ മതി. ഒന്ന് മൂടി വെച്ചിട്ടിട്ടാൽ മതി. അല്ല നിങ്ങൾ ഇതിലാണ് ഇപ്പോൾ നെണ്ട് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പച്ച നെണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് മൂടി വെക്കേണ്ടി വരും വേവിക്കാൻ. ഇപ്പോൾ എനിക്കിപ്പോൾ നെണ്ട് നേരത്തെ വേവിച്ചതുകൊണ്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മൂടി വെച്ചാൽ മതി, മസാലയൊക്കെ നെണ്ടിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നെണ്ടിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് നെണ്ടൊക്കെ നല്ല കളറ് മാറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്. നെണ്ടിൻ്റെ നല്ലൊരു മണമാണല്ലോ നെണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മളെ നെണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇപ്പം ഒന്ന് വിളമ്പുകയാണ് പ്ലേറ്റിലേക്ക്. എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് നെണ്ട് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്കത്തെ വിഭവമാണ് ഞങ്ങളത്. ഇത് എല്ലാവർക്കും നെണ്ട് നല്ല നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നല്ല നെണ്ടിൻ്റെ സീസണാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ പെട്ടെന്നാണ് നെണ്ട് പുഴുങ്ങിയിട്ട് നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യാൻ. അപ്പോൾ എല്ലാവരും നെണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് നെണ്ട് റോസ്റ്റ് കഴിക്കാനായിട്ട്. പാകത്തെ എരിവുള്ളൂ. എല്ലാവർക്കും നെണ്ട് റോസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.